നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനാണ് എന്തോന്ന് ആംഗുലാർ മൊമെന്റം അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം. എന്താണ് മൊമെന്റ് ഓഫ് മൊമെന്റം? മൊമെന്റം എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റം തന്നെ. അപ്പം മൊമെന്റ് ഓഫ് മൊമെന്റം ഈസ് നോൺ ആസ് ആംഗുലാർ മൊമെന്റം. ഇല്ലാതാക്കരുത്. വാട്ട് ഈസ് ആംഗുലാർ മൊമെന്റം? എടാ മൊമെന്റം എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഊക്കിനെ പറയുന്ന പേരാണ് മൊമെന്റം. ഇനി കറങ്ങുന്ന സാധനത്തിന്റെ ഊക്കിനെ പറയുന്ന പേരാണ് ആംഗുലാർ മൊമെന്റം. അത്രയെങ്കിലും ഓർത്തിരിക്കുക. അപ്പൊ കറങ്ങുന്ന സാധനത്തിന്റെ ഊക്കിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ എൽ എന്നാണ്. എന്താണ്? എൽ. അപ്പോൾ ആംഗുലാർ മൊമെന്റം ഈസ് വാട്ട് ആക്ച്വലി മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം. നമ്മൾ നേരത്തെ ഒരു സാധനം പഠിച്ചായിരുന്നു. ടോർക്കിന്റെ വേറൊരു പേരെന്താണ് ഞാൻ പഠിപ്പിച്ചത്? ടോർക്ക് എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നാണ് പഠിപ്പിച്ചത്. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നാണ് ഞാൻ പഠിപ്പിച്ചത് അല്ലേ? അപ്പൊ ടോർക്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഒരു ഇക്വേഷൻ എഴുതിയായിരുന്നല്ലോ. ആർ ക്രോസ് എഫ് എന്നാണ് നിങ്ങൾ എഴുതിയ ഇക്വേഷൻ ആണല്ലോ. ഇനി ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്നത് എന്താണ്? ആംഗുലാർ മൊമെന്റം ഈസ് അതർവൈസ് നോൺ ആസ് മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം എന്നാണ്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് ലീനിയർ മൊമെന്റം എന്താണ്? പി എന്ന് എഴുതും. നിങ്ങൾക്ക് മനസ്സിലായൊന്നുമില്ല? അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. എടാ നേരത്തെ ഞാൻ പഠിപ്പിച്ചതാണ് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലേ മക്കളെ? മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലേ? ആ സിറ്റുവേഷനിൽ നിങ്ങൾ എഴുതിയ ഇക്വേഷൻ പറയാങ്ങോട്ടെ. ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്നല്ലേ എഴുതിയത്? ആർ ക്രോസ് എഫ് എന്ന് എഴുതി എങ്കിൽ നമുക്ക് ഈ സിറ്റുവേഷനിൽ നമ്മൾ പഠിക്കുന്ന സാധനം എന്താണ്? ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റത്തിന്റെ വേറൊരു പേര് പറ. ആംഗുലാർ മൊമെന്റം ഈസ് അതർവൈസ് നോൺ ആസ് മൊമെന്റ് ഓഫ് മൊമെന്റം ആണല്ലോ. മൊമെന്റ് ഓഫ് മൊമെന്റം അല്ലേ? അപ്പൊ ഇതിന് എങ്ങനെ ഇക്വേഷൻ എഴുതും? ആംഗുലാർ മൊമെന്റത്തിന്റെ ലെറ്റർ എൽ എന്നാണ്. ഇസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഫോഴ്സിന് ആർ ക്രോസ് എഫ് എന്ന് എഴുതിയെങ്കിൽ മൊമെന്റ് ഓഫ് മൊമെന്റത്തിന് എന്തെന്ന് എഴുതും? ആർ ക്രോസ് പി എന്ന് എഴുതിയാ പോരെ? പി എന്താണ്? പി എന്താണ്? പഴോ? പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി എന്താണ്? പി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റം. അപ്പോൾ എൽ കാണാനുള്ള ഇക്വേഷൻ പറ. എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി എന്നാണ്. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി. അപ്പോൾ ഇല്ലാതാക്കരുത്. ജസ്റ്റ് കമ്പയർ ചെയ്താൽ യു ക്യാൻ ഫൈൻഡ് ദ ഇക്വേഷൻ. സോ ഓൺസ് അഗെയിൻ ഇതെല്ലാം ഇറൈസ് ചെയ്ത് കളയാണ്. സോ നമ്മൾ പഠിച്ച കഴിഞ്ഞ സെക്ഷൻ പറയൂ. ടോർക്ക് ഈസ് അതർവൈസ് നോൺ ആസ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. മൊമെന്റ് ഓഫ് ഫോഴ്സ് ബുദ്ധിമുട്ടുണ്ടോ? അതുപോലെ സി ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം ഈസ് അതർവൈസ് നോൺ ആസ് പറയൂ മൊമെന്റ് ഓഫ് മൊമെന്റം. മൊമെന്റ് ഓഫ് മൊമെന്റം. പേടിക്കരുത്. അപ്പൊ എന്താണ്? ടോർക്ക് ഈസ് അതർവൈസ് നോൺ ആസ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. സോ ഹിയർ ആംഗുലാർ മൊമെന്റം ഈസ് അതർവൈസ് നോൺ ആസ് മൊമെന്റ് ഓഫ് മൊമെന്റം. ഇൻ ദിസ് സിറ്റുവേഷൻ നമ്മൾ എഴുതിയ ഇക്വേഷൻ എന്താണ്? ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് ഫോഴ്സ് എന്നാണ് അല്ലേ? ആർ ക്രോസ് എഫ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ എഴുതും? ആംഗുലാർ മൊമെന്റത്തിന്റെ ലെറ്റർ എൽ എന്നാണ്. എൽ ആണ്. ഇനി മൊമെന്റ് ഓഫ് മൊമെന്റം എന്നാണ്. അപ്പൊ ആർ ക്രോസ് എന്തെന്ന് എഴുതും? മൊമെന്റം. മൊമെന്റം ഏതാണ്? പി. അപ്പോൾ ഇവിടെ എഴുതുന്ന ഇക്വേഷൻ ആർ ക്രോസ് പി എന്നാണ്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? സോ once again see torque is otherwise known as moment of force. Then in that situation we wrote the equation tau is equal to r cross f. Okay, so similarly angular momentum is otherwise known as moment of momentum. So how will you represent it? This is represented by the letter L is equal to moment of momentum. So r cross p എന്നാണ്. എന്താണ്? r cross p എന്നാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? സോ അപ്പോൾ ജസ്റ്റ് പറയുക. സോ ഇറൈസിങ് നിങ്ങളാണ് പറഞ്ഞു തരേണ്ടത്. സോ ടോർക്ക് ഈസ് നോൺ ബൈ ദ നെയിം. പറയൂ. ടോർക്ക് ഈസ് നോൺ ബൈ ദ നെയിം moment of force. Am I right? So similarly angular momentum is otherwise known as dash. Say angular momentum is otherwise known as moment of momentum. Am I right? Then torque is represented as tau is equal to moment of force is represented as r cross f. Am I right? So similarly in this situation what will you write? Angular momentum is represented by the letter L is equal to moment of momentum r cross what? Momentum p. Okay, then എല്ലാം വെക്ടർ ആയിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാം. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? സോ ആംഗുലാർ മൊമെന്റം ഈസ് ക്ലിയർലി എ വെക്ടർ ക്വാണ്ടിറ്റി. ആംഗുലാർ മൊമെന്റം എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് എന്ത് വരും എന്ന് പറയും? മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണ്? മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണ്? മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസിന്റെ വെലോസിറ്റി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. എടാ അല്ലേ?
ഇനി ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മീറ്റർ. അപ്പോൾ ആൻസർ എന്ത് വരും? കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഈസ് എ യൂണിറ്റ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ഇല്ലാതാക്കരുത്. ആംഗുലാർ മൊമെൻറ്റം ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ സേ ആംഗുലാർ മൊമെൻറ്റം ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ എൽ. സോ വാട്ട് ഈസ് ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് എൽ? എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി. ഇതിന് അത് ആർക്കും ഡൗട്ടൊന്നുമില്ല. ഇനി എനിക്ക് വേണ്ടത് എല്ലിൻ്റെ യൂണിറ്റ് ആണ്. മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് പറയൂ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ മീറ്റർ. ആറിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. സോ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഈസ് എ യൂണിറ്റ് ഓഫ് വാട്ട്? ആംഗുലാർ മൊമെൻറ്റം. എന്തെങ്കിലും പ്രയാസം തോന്നിയോ? അടുത്തതിലേക്ക് അങ്ങ് കൂടെ. അടുത്ത് ഞാൻ പറയുന്നത് സൂക്ഷിക്കണം. നമ്മൾ നേരത്തെ ടോർക്ക് പറഞ്ഞതുപോലെ ഒരു സംഭവം ഞാൻ പറയാൻ പോണ്. ലിസൺ പ്രോപ്പർലി. നമ്മളിവിടെ 3 ആക്സിസ് ഒക്കെ എടുക്കുന്നു. ഓക്കെ, ഇപ്പം 3 ആക്സിസ് എല്ലാം എടുത്തു. ഓക്കെ, ഇനി കണ്ടല്ലോ. അപ്പം 3 ആക്സിസ് എടുത്തു. ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ്. ഓക്കെ, ഇനി ഇവിടെ ഈ പോയിന്റിന്റെ പേര് ഒറിജിൻ എന്നാണ്. ഇനി ഇവിടെ ഞാനൊരു ഈ പ്ലെയിൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ പ്ലെയിൻ ഞാൻ അങ്ങ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അവിടെ ഇരുന്നോട്ട്. ഇനി ഇവിടെ ഞാനൊരു പോയിന്റ് എടുക്കുന്നു. പോയിന്റിന്റെ പേര് പറ പി എന്നാണ്. ഇനി ഒറിജിനിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു വെക്ടർ വരയ്ക്കാം. ഇതിനെ പൊസിഷൻ വെക്ടർ എന്ന് പറയും. എന്താ റെപ്രസെൻറ്റേഷൻ? ആർ എന്നാണ്. ഈ പോയിന്റിൽ ഞാനൊരു മൊമെൻറ്റം കൊടുക്കട്ടെ മക്കളെ. അപ്പോൾ ഒരു മൊമെൻറ്റം കൊടുത്തു, ഒരു ഊക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ മൊമെൻറ്റം ഇതാണ്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി ആറിനും പിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എങ്ങനെ മാർക്ക് ചെയ്യും? ഇതാണ് ആറിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ദ സ്മോളസ്റ്റ് ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് പി ഈസ് തീറ്റ. ദെൻ ആർ ക്രോസ് പിയുടെ ഡയറക്ഷൻ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എ ക്രോസ് പിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പണ്ടേ അറിയാം. എന്താണ്? ഏത് റൂൾ ഉപയോഗിക്കും? റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിക്കും. അതുപോലെ ആർ ക്രോസ് പിയുടെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? പറ. ഇവിടെ ആരുടെ ടിപ്പാണ് കൊണ്ടുപോയിക്കുന്നത്? പ്രണവേ പറ. ആരുടെ ടിപ്പ് വയ്ക്കും? റൈറ്റ് ഹാൻഡ് സ്ക്രൂവിൻ്റെ. എന്നിട്ട് എവിടെ നിന്ന് അങ്ങോട്ട് കറക്കും? ആറിൽ നിന്ന് എഫിലോട്ട് കറക്കും. അപ്പോൾ ഞാൻ കൊണ്ടുപോയിക്കട്ടെ? കൊണ്ടുവച്ചു. ടിപ്പ് കൊണ്ടുവച്ചേ. എന്നിട്ട് ആറിൽ നിന്ന് എഫിലോട്ട് കറക്കി, ആറിൽ നിന്ന് പിയിലോട്ട് കറക്കി, ആറിൽ നിന്ന് പിയിലോട്ട് കറക്കി. ടിപ്പ് തള്ളി തള്ളി പോകുന്നുണ്ടോ? എങ്ങോട്ടാ പോകുന്നത്? മേലോട്ട്. സോ ഇറ്റ് ഈസ് എ ഡയറക്ഷൻ ഓഫ് വാട്ട്? ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം ഏത് ഡയറക്ഷനിലാണ്? വൈ ഡയറക്ഷനിലാണ്. ഇത് തന്നെയല്ലേ നേരത്തെ ടോർക്കിലും കണ്ടുപിടിച്ചപ്പോൾ ഉപയോഗിച്ച മെത്തേഡ്. ഇപ്പോൾ once again I will erase and explain. So listen, you can find 3 axes here: x axis, y axis and z axis. No problem. This point is known as origin. Then here I am considering a plane. So this is a plane considered. So this is a point known by the name P. Then what is a position vector? Position vector is R. At this point P, you give a momentum. ഒരു linear momentum കൊടുക്കുക. See, ഇതാണ് momentum. So momentum is represented by the letter vector P. Then this is the direction of what? R. This is P. Angle between these two is what? Theta. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? See, this is a meeting point of R and P. ഇനി എന്ത് ചെയ്യുമെന്ന് പറ. I want to find the direction of R cross P. R cross P യുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. So I should place the tip of right hand screw at this point. Okay, then placed. Then I am rotating from R to P. So rotate. So see, this is the direction of advancement of tip of the screw. The tip of the screw is moving in the upward direction. So this is the direction of what? Angular momentum. So angular momentum is along y direction in this case. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? So angular momentum, how will you find the direction of angular momentum? By using right hand screw rule. എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? അപ്പോൾ നിങ്ങൾ കഥകളെല്ലാം ഒന്നും കൂടെ പറ. ഇറൈസ് ചെയ്യാണ്, നിങ്ങളാണ് പറഞ്ഞു തരേണ്ടത്. So listen properly. Consider 3 mutually perpendicular axes x, y and z. Okay, so no issue. Then this is a origin. Then on this xz plane, you mark a point P. Then what is this? Parayu. Position vector. Then what are you applying here? You are imparting a momentum in this direction. So this is a momentum. This is a direction of what? R. The angle between R and P is generally known as theta. What is the purpose? I want to find the direction of R cross P. So this is the direction of R. This is the direction of P. So how will you find the direction of R cross P? By using right hand screw rule. So the tip of the screw is to be placed at the common point. Then in which direction should we rotate? From R to P. Rotate. So the tip is advancing in the upward direction. So this is the direction of L. Angular momentum. So angular momentum is along the y direction.
മനസ്സിലായോ? സോ വാട്ട് ഈസ് എ റൂൾ യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം? റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. എന്തെങ്കിലും പ്രയാസം തോന്നിയോ? അപ്പോൾ ഇത് നമ്മൾ ടോർക്കുമായിട്ട് കമ്പയർ ചെയ്തങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാധനമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യുക, പഠിക്കുക, അല്ലാതെ കൂടുതൽ റിസർച്ച് ഒന്നും ഇവിടെ ഇല്ല. നമുക്കറിയാമെന്നുള്ളൊരു സാധനം ഞാൻ പറയാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം നിങ്ങൾക്ക് അറിയാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ഞാൻ പറയട്ടെ. ഇഫ് the external force acting on a system is zero, total linear momentum is conserved. പഠിച്ചാലേ? ദിസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഇതുമായിട്ട് കമ്പയർ ചെയ്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പറഞ്ഞാൽ മതി. പറ. ഇഫ് ഫോഴ്സിന് പകരം ടോർക്ക്, ഇഫ് ദ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഈസ് സീറോ, ദെൻ പിക്ക് പകരം എൽ. എൽ ഈസ് എ കോൺസ്റ്റന്റ്. എന്തെങ്കിലും പ്രയാസം തോന്നിയെങ്കിൽ ഇപ്പം പറയണം. പറ. പണ്ട് പഠിച്ചെന്താണ്? ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് സീറോ ആണെങ്കിൽ പി ഒരു കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾ പണ്ട് പഠിച്ചത്. ഇപ്പൊ ഫോഴ്സിന് പകരം എന്താണ്? ടോർക്ക്. ഇനി പിക്ക് പകരം എൽ. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പോൾ വാട്ട് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം? പെട്ടെന്ന് പറ. ഇഫ് ദ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഈസ് സീറോ, ടോട്ടൽ ആംഗുലാർ മൊമെന്റം ഈസ് കോൺസ്റ്റന്റ്. നിങ്ങളാണ് പറഞ്ഞു തരേണ്ടത്, ഞാൻ പറയില്ല. സോ ഞാൻ ഇതെല്ലാം ഇറേസ് ചെയ്ത് കളയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആൻസർ പറയണം. നമ്മൾ പണ്ട് പഠിച്ച സാധനം ആദ്യം പറ. എന്താണ്? വാട്ട് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം? സേ ഇഫ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഈസ് സീറോ, ടോട്ടൽ ലീനിയർ മൊമെന്റം ഈസ് കൺസർവ്ഡ്. ഓക്കെ, ദെൻ അതുപോലെ പറയൂ. ഇഫ് പറയൂ, പെട്ടെന്ന് പറ. വാട്ട് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം? ഇഫ് ദ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഈസ് സീറോ, വാട്ട്? Angular momentum is conserved. This is a statement of law of conservation of angular momentum. Just to compare and say. So once again, what is the law of conservation of linear momentum? If the external force acting on the system is zero, total linear momentum is conserved. Then അതുമായിട്ട് കമ്പയർ ചെയ്ത് പറയാ. If the external torque acting on a system is zero, total angular momentum is conserved. This is a statement of law of conservation of angular momentum. അടുത്തതിലേക്ക് പോകാലോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ എ റൊട്ടേറ്റിംഗ് ബോഡി. ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷനൊക്കെ അറിഞ്ഞൂടെ? നമ്മളെ പറ്റിക്കാൻ പറ്റുമോ? നമുക്കറിയാമെന്നുള്ള കേസല്ലേ? അപ്പോൾ ഞാൻ പഴയ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പറയാം. വി ഈക്വൽ ടു യു പ്ലസ് എ ടി, അല്ലെങ്കിൽ അതിനങ്ങനെ നമ്മൾ പറയുന്നില്ല. വി ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി. ഓക്കെ, പരിചയമുണ്ട്. അടുത്ത എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, അല്ലെങ്കിൽ വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അറിയാലോ. അടുത്ത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ, അല്ലെങ്കിൽ വി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ഈക്വൽ ടു 2as. ഈ മൂന്ന് ഇക്വേഷൻ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ ഇക്വേഷൻസ് റൊട്ടേഷൻ ഇക്വലൻ്റ് ആയിട്ടുള്ളത് എഴുതിയാൽ മതി. അപ്പോൾ റൊട്ടേഷൻ ഇക്വലൻ്റ് ആയിട്ടുള്ളത് വല്ല വിക്ക് പകരം ഒമേഗയാണെന്നറിയാമല്ലോ. അപ്പോൾ ഞാൻ അതൊന്ന് പറയാം. വിക്ക് പകരം ഒമേഗ, അടുത്ത എക്ക് പകരം ആൽഫ, അടുത്ത എസിന് പകരം ഡിസ്പ്ലേസ്മെൻറ്റ് പകരം തീറ്റ. ഇനി ബാക്കി വേറെ ഏതെങ്കിലും ഉണ്ടോ? ടിക്ക് പകരം ടി തന്നെ. അപ്പോൾ ഈ ലെറ്റേഴ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് പറയാം. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ എഴുതും? ഒമേഗ സീറോ എന്ന് എഴുതും. ഫൈനൽ വെലോസിറ്റി എന്നുള്ള രീതിയിലാകുമ്പോൾ ഒമേഗ എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഇത് സമാധാനമായിട്ട് റൊട്ടേഷൻ്റെ ഇക്വേഷൻസ് പെട്ടെന്ന് പറ. ഇതൊന്നും ആരും ചോദിക്കുകയൊന്നുമില്ല, ആവശ്യമുണ്ട്. പക്ഷേ വിക്ക് പകരം ഒമേഗ ഈക്വൽ ടു വി സീറോയ്ക്ക് പകരം ഒമേഗ സീറോ പ്ലസ് എക്ക് പകരം ആൽഫ ദെൻ ടി. എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ എസിന് പകരം തീറ്റ ഇസ് ഈക്വൽ ടു വി സീറോയ്ക്ക് പകരം ഒമേഗ സീറോ ടി ടി പ്ലസ് ഹാഫ് എക്ക് പകരം ആൽഫ ടിക്ക് പകരം ടി ആൽഫ ടി സ്ക്വയർ. അടുത്ത വി സ്ക്വയറിന് പകരം ഒമേഗ സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയറിന് പകരം ഒമേഗ സീറോ സ്ക്വയർ is equal to 2aക്ക് പകരം ആൽഫ, എസിന് പകരം തീറ്റ. അപ്പോൾ ഇത് മൂന്ന് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇതാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ എ റൊട്ടേറ്റിംഗ് ബോഡി. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ലെറ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് അറിയാം. എന്തൊക്കെയാണ്? വി ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. അത് നമുക്കറിയാം. ഇതിൽ ഓരോന്നിനും ഈക്വലൻ്റ് ആയിട്ട് ഏത് ലെറ്റർ പിടിക്കുമെന്ന് പറഞ്ഞാൽ മതി. വിക്ക് പകരം ഒമേഗ, വി സീറോയ്ക്ക് പകരം ഒമേഗ സീറോ, എക്ക് പകരം ആൽഫ, എസിന് പകരം തീറ്റ,
ടിക്ക് പകരം ടി. ഓക്കെ, ഇട്ട് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ എ റൊട്ടേറ്റിംഗ് ബോഡി. ബുദ്ധിമുട്ടുണ്ടോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്, നോക്ക്, കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡി. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ് കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡി? ഒരു റിജിഡ് ബോഡി എടുക്കുക, അത് ഇക്വിലിബ്രിയത്തിൽ എപ്പോഴാവുന്നു? ഓക്കെ, ഞാൻ പറയട്ടെ. നോക്കൂ, ഒരു ബോഡിയിൽ ഇഫ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഈസ് 0 ആൻഡ് ഇഫ് ദ നെറ്റ് ടോർക്ക് ആക്ടിങ് ഈസ് 0, then body is in equilibrium. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിൽ ആവണമെങ്കിൽ അതിലുള്ള നെറ്റ് ഫോഴ്സിൻ്റെ ആൻസറും നെറ്റ് ടോർക്കിൻ്റെ ആൻസറും 0 ആയിരിക്കണം. അപ്പോൾ എപ്പോഴാണ് ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാവുന്നത്? ഇഫ് ദ നെറ്റ് ഫോഴ്സ് ആൻഡ് നെറ്റ് ടോർക്ക് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് 0, ദ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം. So tell me, if the net force and the net torque acting on a body is 0, the body is in equilibrium. ഇനി നമുക്ക് അറിയാവുന്ന കേസ്, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എ അല്ലേടാ. അപ്പോൾ എം എ ഈക്വൽ ടു 0 എന്ന് ഇതിനെ എഴുതാം, ആണല്ലോ. ഈ രണ്ട് നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസർ 0 എന്നാണ്. എം കനോട്ട് ബി ഈക്വൽ ടു 0, സോ വാട്ട് വിൽ ബി 0? എ വിൽ ബി 0. അപ്പോൾ എ വിൽ ബി 0 എന്നാണ് ഇതിൽ നിന്ന് കിട്ടിയത്. ഇനി ടോർക്കിന് പകരമുള്ള ഇക്വേഷൻ പറയണം. എഫിന് പകരം എം എ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോർക്കിനുള്ള ഇക്വേഷൻ പറയണം. എമ്മിന് പകരം, മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനർഷ്യ കേട്ടോ. മാസിന് പകരം ഉപയോഗിക്കുന്ന ലെറ്റർ ഏതാണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇനി എക്ക് പകരം ആൽഫ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. രണ്ട് നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസർ 0. ഐ കനോട്ട് ബി ഈക്വൽ ടു 0, സോ വാട്ട് വിൽ ബി 0? ആൽഫ വിൽ ബി 0. എന്താണ് എ എന്ന് പറഞ്ഞാൽ? സാധാരണ ആക്സലറേഷൻ അല്ലേ. ഇനി ഇതെന്താണ്? ആംഗുലാർ ആക്സലറേഷൻ. എന്താണ് സാധനം? ആംഗുലാർ ആക്സലറേഷൻ. അപ്പോൾ ഞാനിവിടെ എഴുതിയത് കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡിയാണ്. ഇഫ് ദ നെറ്റ് ഫോഴ്സ് ആൻഡ് നെറ്റ് ടോർക്ക് ആർ 0, ദ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം, സ്ട്രൈറ്റ് ആയിട്ട്. ഓർ ഇൻ അതർ ടേംസ്, ഇഫ് ദ ആക്സലേഷൻ ഈസ് 0 ഓർ ഇഫ് ദ ആംഗുലാർ ആക്സലേഷൻ ഈസ് 0, ദ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ ഞാൻ പറയാണ്. See, what is a condition for equilibrium of a rigid body എന്നാണ്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് വരാം. ഇങ്ങോട്ട് നോക്കൂ, മാസിന് ഇക്വലൻ്റ് ആയിട്ട് റൊട്ടേഷനിൽ വരുന്ന ക്വാണ്ടിറ്റിയാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. മറക്കരുത്, മാസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഏതാണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. അത് അറിയണം. സോ ലിസൺ, അപ്പോൾ അത് ഞാൻ ഇറൈസ് ചെയ്ത് കളയാം. ഓക്കെ, നിങ്ങൾ തന്നെ പറയും. വാട്ട് ഈസ് എ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡി? ഒരു റിജിഡ് ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് എപ്പോഴും പറയും? അതിൻ്റെ മണ്ടയിലുള്ള നെറ്റ് ഫോഴ്സും അതിൻ്റെ മണ്ടയിലുള്ള നെറ്റ് ടോർക്കും 0 ആണെങ്കിൽ ബോഡി ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? ഇഫ് ദ നെറ്റ് ഫോഴ്സ്, ഇഫ് ദ നെറ്റ് ടോർക്ക് ആൻഡ് ഇഫ് ദ നെറ്റ് ഇഫ് ദ നെറ്റ് ഫോഴ്സ് ആർ 0, the body is in equilibrium. അപ്പോൾ if the net force and if the net torque acting on a body are 0, the body is in equilibrium. ഇനി നിങ്ങൾ പറയാം, എഫ് എന്ന് പറഞ്ഞാൽ എം എ എന്നാണ്. എം എ ഈക്വൽ ടു 0 ആണെങ്കിൽ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഓർ എ 0 ആണെങ്കിൽ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഇനി ടോർക്കിന് പകരമുള്ള ഇക്വേഷൻ പറയണം. എം എക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള റൊട്ടേഷണൽ ഇക്വേഷൻ പറ. ഐ ആൽഫ ഈക്വൽ ടു 0. I cannot be equal to 0. So what will be 0? Alpha will be 0. So, condition for equilibrium രണ്ട് രീതിയിൽ പറയാം. If the net force and the net torque are 0, the body is in equilibrium. Or if the acceleration is 0 and if the angular acceleration is 0, the body is in equilibrium. Okay. So what is the condition for equilibrium of a body? If the net force and net torque acting on a body are 0, the body is in equilibrium. Then what is answer of F? Ma. So Ma equal to 0 then equivalent equation in rotation, I alpha equal to 0. M cannot be equal to 0, so what will be 0? A will be 0. I cannot be 0, so what will be 0? Alpha will be 0. So what is the next statement? If A and alpha are 0, the body is in equilibrium. So tell me, what is the condition for equilibrium of a rigid body? If the net force and the net torque
acting on a body are zero, the body is in equilibrium. If the net force is zero, then acceleration will be zero. If the net torque is zero, angular acceleration will be zero. So once again, if the net force and the net torque acting on a body are zero, the body is in equilibrium. If the net force is zero, acceleration will be zero. If the net torque is zero, angular acceleration will be zero. Is it clear? So this is a condition for equilibrium of a rigid body. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം.